ഹലോ എവ്രി വൺ. ഇന്ന് നല്ലൊരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചേന വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചേനയും പരിപ്പും കൂടിയിട്ട് ഒരു നല്ല ഒരു കറി ഉച്ച ഊണിന്. അപ്പോൾ വരൂ നോക്കാം ഈ ടേസ്റ്റി കറി ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കണേ എന്നുള്ളത്. ചേനത വൃത്തിയിൽ കഴുകിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തക്കാളിയുടെ പുളിയാണ് ഈ കറിക്കുള്ളത് കൂടുതലും. പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ചേന വേവിച്ച് തുടങ്ങാം. അപ്പോൾ ചേന ഇവിടെ വേവുന്ന സമയത്ത് നമുക്ക് നാളികേരം അരച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ എരിവിനനുസരിച്ചിട്ട് ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, അതുപോലെ തന്നെ നമ്മുടെ ഹോൾ പെപ്പർ അത് ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ പരിപ്പ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ തുവരപ്പരിപ്പ് ഒരു 1/4 കപ്പ്. ഇപ്പോൾ ചേന പകുതി ഏകദേശം വെന്തിട്ടുണ്ട്. അതിലേക്ക് പരിപ്പ് വേവിച്ചതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ചേനയും പരിപ്പും രണ്ടും കൂടി ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒരു 2 to 3 മിനിറ്റ്സ് നന്നായിട്ട് ബോയിൽ ആവട്ടെ. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം. എന്താ വെച്ചാൽ നമ്മൾ പരിപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോക്കനട്ടിൻ്റെ ആ മിക്സ്ചറും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ്സ് നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ഉച്ചയൂണിനുള്ള ചേന വെച്ചിട്ടുള്ളൊരു കറി, നാടൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറവിട്ടാൽ മതി. നമുക്ക് കടുകും ഉലുവയും ചുവന്ന മുളകും കരിവേപ്പിലയും താളിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി ഉലുവയും ചേർത്തു, ചുവന്ന മുളകും കരിവേപ്പിലയൊക്കെ ചേർത്ത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഉച്ച ഊണിന് ഒരു ചേനക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. നമ്മളിതുപോലെ വേറെ വെജിറ്റബിൾ വെച്ചിട്ട് കുമ്പളങ്ങ വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ടല്ലോ, പടവലങ്ങയൊക്കെ. അപ്പോൾ ചേന വെച്ചിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. Thank you for watching my YouTube channel.